ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 218 വാല്യം 5 ആഷ്കലോണിലെത്തുന്നത്. പ്രഭാതത്തിന്റെ പുതുമയാർന്ന വായു അപ്പൊസ്തലന്മാരെ ഉണർത്തുന്നു. അവർ കിടന്നുറങ്ങിയിരുന്ന മണൽക്കുന്നിനു മുകളിലെല്ലാം പുല്ല് അകന്നകന്നു വളർന്നു നിൽപ്പുണ്ട്. അവർ കുന്നിന്റെ മുകളിലേക്ക് കയറി. അപ്പോൾ മുമ്പിൽ കാണുന്നത് ഒരു വലിയ മണൽത്തീരമാണ്. അവരുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ കൃഷിക്കുള്ള വയലുകൾ. ഉണങ്ങിക്കിടക്കുന്ന ഒരു വെള്ളച്ചാലിൽ വെളുത്ത കല്ലുകൾ, അസ്ഥി പോലെ വെളുത്തത്. സ്വർണ്ണ നിറമുള്ള മണലിനെതിരെ കൂടുതൽ മനോഹരമാണ് അത്. കടൽ വരെ നീണ്ടു കാണാം. കടലിന്റെ മുകൾ പരപ്പ് പ്രഭാത സൂര്യനിൽ മിന്നിത്തിളങ്ങുന്നു. നേരിയ ഒരു മഞ്ഞ് സൗന്ദര്യം വർദ്ധിപ്പിക്കുക തന്നെ. അവർ മണൽക്കുന്നിന്റെ അരികു ചേർന്ന് നടന്ന് വെള്ളച്ചാൽ കുറുകെ കടന്ന് മുന്നോട്ട് സാവധാനത്തിൽ പോകുന്നു. മൺകൂനകൾ ചവിട്ടുമ്പോൾ അവ പരന്നു പോകുന്നു. പൊങ്ങിയും താണും നോട്ടമെത്താത്ത വിധത്തിൽ കിടക്കുന്ന മണൽപ്പരപ്പ് കടലിന്റെ തന്നെ തുടർച്ചയാണോ എന്ന് തോന്നും. അവർ കടൽ തീരത്തെത്തി. ഇപ്പോൾ നടപ്പ് വേഗത്തിലായി. അതിർത്തിയില്ലാതെ പരന്നു കിടക്കുന്ന സമുദ്രം സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്നത് കണ്ടപ്പോൾ ജോണിന് സ്വയം വിസ്മരിക്കുന്ന ആനന്ദ പാരവശ്യം. ആ സൗന്ദര്യം ആവോളം ആസ്വദിക്കുകയാണ്. ജോണിന്റെ കണ്ണുകൾ തന്നെ കൂടുതൽ കൂടുതൽ നീലിമയാർന്ന് പ്രശോഭിക്കുന്നു. സാഹചര്യം കൊണ്ട് പ്രായോഗികത നോക്കുന്ന പത്രോസ് ചെരുപ്പൂരി ഉടുപ്പ് ചെരിച്ചു കയറ്റി വെള്ളത്തിൽ കൂടി നടന്ന് ഞണ്ടും കക്കായും ഉണ്ടോ എന്ന് തിരയുകയാണ്. കിട്ടിയെങ്കിൽ പൊട്ടിച്ച് വലിച്ചുള്ളിലാക്കാമായിരുന്നു. ഒരു 4-5 കിലോമീറ്റർ അകലെ ഒരു പട്ടണം കാണാം. അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു പാറക്കെട്ടിന്റെ മുകളിലാണുള്ളത്. ഇപ്പോൾ വേലിയിറക്കമായതുകൊണ്ട് പാറയുടെ പരന്നു കിടക്കുന്ന അടിഭാഗം മുഴുവൻ കാണാം. മൂർച്ചയുള്ള കല്ലാണ്. അതിനാൽ എല്ലാവരും അല്പം മുകളിലേക്ക് കയറി മണൽത്തിട്ടയിലൂടെയാണിപ്പോൾ നടക്കുന്നത്. പട്ടണത്തിലേക്കുള്ള പ്രവേശനദ്വാരം എവിടെയാണ് എന്റെ കർത്താവേ? ഇവിടുന്ന് നോക്കുമ്പോൾ ഒരു വലിയ ഭിത്തി മാത്രമാണ് കാണുന്നത്. കടലിന്റെ വശത്തുകൂടെ കയറാൻ പറ്റുകയില്ല. പട്ടണം ഉള്ളിലേക്കാണ്. ഫിലിപ്പ് പറയുന്നു. വരൂ, കവാടം എവിടെയാണെന്ന് എനിക്കറിയാം. നീ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഞാൻ ഒരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഒരിക്കൽ ഇതിലെ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഓർക്കുന്നും മറ്റുമില്ല. എന്നാലും എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്കറിയില്ല. എത്ര വിചിത്രമാണെന്ന് നോക്കിക്കേ. ഞാനിത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. നിനക്ക് ഒരിക്കലെങ്കിലും വഴി തെറ്റുന്നില്ല. ചിലപ്പോൾ ഞങ്ങൾ നിന്നെ തെറ്റിച്ചിട്ടുണ്ട്. നമ്മൾ പോകുന്ന സ്ഥലത്തെല്ലാം നീ നേരത്തെ പോയിട്ടുള്ളതാണെന്ന് തോന്നിപ്പോകും. സെബെദീപുത്രൻ ജെയിംസ് പറയുന്നു. ഈശോ പുഞ്ചിരി തൂകുന്നതേയുള്ളൂ. ഒന്നും പറയുന്നില്ല. പട്ടണത്തിനടുത്ത പച്ചക്കറിത്തോട്ടങ്ങളുള്ള ഒരു ഗ്രാമത്തിലേക്ക് നല്ല ആത്മവിശ്വാസത്തോടെ ഈശോ നടക്കുന്നു. അവിടുത്തെ വയലുകളും സസ്യങ്ങളും വളരെ ഭംഗിയായി കൃഷി ചെയ്യുന്നുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും ഉത്സാഹത്തോടെ പണിയെടുക്കുന്നു. കിണറ്റിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടി വെള്ളം കോരി ചാലുകളിൽ നിറയ്ക്കുകയാണ്. ചിലരെല്ലാം തന്നെത്താനെ കോരുന്നു. ചിലരെല്ലാം കണ്ണു മൂടിക്കെട്ടിയ കഴുതയെ ചുറ്റും നടത്തി വലിപ്പിച്ച് കയറ്റുന്നു. അവർ സംസാരിക്കുന്നില്ല. ഈശോ അവരെ അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങൾക്ക് സമാധാനം. പക്ഷേ പ്രത്യുത്തരമില്ല. നിസ്സംഗത. കർത്താവേ, ഇവിടെ വച്ച് വിശപ്പ് കൊണ്ട് മരിക്കാനുള്ള സാധ്യതയാ കാണുന്നത്. നിന്റെ അഭിവാദ്യം അവർക്ക് മനസ്സിലാകുന്നതേയില്ല. ഞാനൊന്ന് നോക്കട്ടെ, തോമസ് പറയുന്നു. ആദ്യം കണ്ട തോട്ടക്കാരനുമായി തോമസ് സംസാരിച്ചു തുടങ്ങുകയാണ്. നിന്റെ പച്ചക്കറികൾക്ക് വലിയ വിലയാണോ? മറ്റുള്ളവർ വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ വിലയൊന്നുമില്ല. കൂടുതലോ കുറവോ ആകട്ടെ, പണസഞ്ചിയുടെ കനം പോലെയായിരിക്കും കച്ചവടം. കൊള്ളാം, നന്നായിരിക്കുന്നു. എന്നാൽ നിനക്ക് കാണാമല്ലോ, ഞാൻ അങ്ങനെ പട്ടിണി കൊണ്ട് മരിക്കാൻ പോകുകയല്ലെന്ന്. നിന്റെ പച്ചക്കറി കൂടാതെ തന്നെ എനിക്ക് നല്ല തടിയും രക്തപ്രസാദവുമുണ്ട്. അതിന്റെ അർത്ഥം എന്റെ പണസഞ്ചി കൊഴുത്തത് തന്നെയാണെന്നാ. കേൾക്ക്, ഞങ്ങൾ 13 പേരാണുള്ളത്. ചെലവിന് പണം ഞങ്ങളുടെ പക്കലുണ്ട്. എന്തെല്ലാമുണ്ട് വിൽപ്പനയ്ക്ക്? മുട്ട, പച്ചക്കറികളെല്ലാം, ബദാം, അല്പം പഴക്കമായ ആപ്പിൾ, ഒലീവ്, പിന്നെ വേണ്ടതെല്ലാമുണ്ട്. എല്ലാവർക്കും തികയാൻ മാത്രം മുട്ടയും ആപ്പിളും റൊട്ടിയും തരൂ. ഇവിടെ റൊട്ടിയില്ല, അത് പട്ടണത്തിൽ കിട്ടും. ഇപ്പോൾ വിശന്നിട്ടാ ചോദിക്കുന്നത്, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കിട്ടാനല്ല.
നിന്റെ പക്കൽ റൊട്ടിയില്ലെന്ന് പറഞ്ഞതും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെയില്ല, സ്ത്രീകൾ ഉണ്ടാക്കുന്നതേയുള്ളൂ. അതാ അവിടെ നിൽക്കുന്ന വൃദ്ധനെ കണ്ടോ? അയാളുടെ പക്കൽ ധാരാളം റൊട്ടിയുണ്ട്. കാരണം അയാൾ റോഡിനടുത്തായതുകൊണ്ട് തീർത്ഥാടകർ മിക്കപ്പോഴും റൊട്ടി അന്വേഷിക്കും. അനനീയായുടെ അടുത്ത് ചെന്ന് ചോദിക്ക്, ഞാൻ ഇപ്പോൾ മുട്ട കൊണ്ടുവന്ന് തരാം. എന്നാൽ വില എന്താണെന്നറിയാമോ? 1 നാണയമാ 2 എണ്ണത്തിന്. നീ എന്തൊരു കള്ളനാ! ഒരുപക്ഷെ നിന്റെ കോഴി സ്വർണ്ണമുട്ടയായിരിക്കും ഇടുക. അല്ല, കോഴിക്കൂടിന്റെ മധ്യത്തിൽ ആ ദുർഗന്ധം സഹിക്കുന്നത് വെറുതെയല്ല. എങ്ങനെയായാലും നിങ്ങൾ യൂതന്മാരല്ലേ, അതുകൊണ്ട് ഈ വില തരണം. മുട്ട നീ തന്നെ വച്ചോളൂ, അത് തന്നെ വിലയാകട്ടെ. തോമസ് പുറംതിരിഞ്ഞു നടക്കാൻ തുടങ്ങുന്നു. ഇങ്ങു വാ, വില കുറച്ചു തരാം. 1 നാണയത്തിന് 3 എണ്ണം. 4 എണ്ണം പോലും തരികയില്ലേൽ മുട്ട നിനക്ക് തന്നെ തിന്നാം. അത് നിന്റെ തൊണ്ടയിൽ കുടുങ്ങട്ടെ. ഇങ്ങോട്ട് വാ, കേൾക്ക്, എന്തു വിലയാ നീ ഉദ്ദേശിക്കുന്നത്? അയാൾ തോമസിന്റെ പിന്നാലെയായി. ഒരു വിലയും ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് മുട്ടയേ വേണ്ട. പട്ടണത്തിലെത്തുന്നതിന് മുമ്പ് ഒന്ന് ചെറുതായി വല്ലതും കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. എന്നാൽ വേണമെന്നില്ല. പട്ടണത്തിലെത്തുന്നതിന് മുമ്പ് എന്റെ സ്വരമോ വിശപ്പോ ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. രാജാവിന്റെ കഥകൾ ഞാൻ പാടും. എന്നിട്ട് പട്ടണത്തിലെ ഹോട്ടലിൽ ചെന്ന് നല്ലൊരു ശാപ്പാട് കഴിക്കും. ഒരു ദിദ്രായ്ക്ക് 2 എണ്ണം വച്ച് തരാം. ഓ, നീ ഒരു വട്ടനേക്കാൾ കഷ്ടമാണല്ലോ. നിന്റെ മുട്ട തരൂ, പുതിയവയായിരിക്കണം. അല്ലെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് നിന്റെ മൂക്കിന്റെ നിറം കുറെ കൂടെ മഞ്ഞയാക്കും, കേട്ടോ? പിന്നീട് പുറംകുപ്പായത്തിന്റെ മടക്കിലേക്ക് 2 ഡസൻ മുട്ടയും വാങ്ങി തോമസ് തിരിച്ചു വരുന്നു. നോക്കിക്കോ, ഇനി ഞാൻ തന്നെ ഈ കള്ളന്മാരുടെ നാട്ടിലെ കച്ചവടം ചെയ്തു കൊള്ളാം. അവരോട് ഇടപെടാൻ എനിക്കറിയാം. പട്ടണത്തോടടുക്കുമ്പോൾ വളരെ നികൃഷ്ടരായ മനുഷ്യർ സ്ത്രീകളുടെ ആഭരണങ്ങൾ വാങ്ങാൻ വരുന്നവരാണ്. ഉരുപ്പടികൾക്ക് ഖനം പോരാ, വില കൂടുതൽ. ഇങ്ങനെ നമ്മളോട് പേശുന്നത് എത്ര ദിവസമാ? ഞാൻ അതിന് അവരെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേയുള്ളൂ. ഇനി ചെന്ന് മറ്റവന്റെ പണി ഒന്ന് നോക്കട്ടെ. പത്രോസ് എന്റെ കൂടെ വരൂ. ജോണെ, ഈ മുട്ടയങ്ങ് കൊണ്ടുപോയ്ക്കോ. പ്രധാന റോഡിനടുത്ത് പച്ചക്കറിത്തോട്ടമുള്ള വൃദ്ധന്റെ പക്കലേക്ക് അവർ പോകുന്നു. ഈ റോഡ് വീടുകളുള്ള ഭാഗത്തുകൂടെ പട്ടണത്തിലേക്കുള്ള വഴിയാണ്. ഇഷ്ടിക പാകിയിട്ടുള്ള നല്ല റോഡ്. തീർച്ചയായും റോമാക്കാർ പണിയിച്ചതായിരിക്കണം. പട്ടണത്തിന്റെ കിഴക്കേ ഗേറ്റ് ഇപ്പോൾ അടുത്ത് കാണുന്നു. അതിൽ കൂടി പട്ടണത്തിനുള്ളിലേക്ക് പോകുന്ന റോഡ് നന്നായി കാണുന്നുണ്ട്. നേരെയുള്ള റോഡ്, ഇരുവശങ്ങളിലുമുള്ള തണലേകുന്ന പൂമുഖങ്ങൾ. മാർബിൾ തൂണുകളിന്മേലാണ് അവ നിർമ്മിച്ചിട്ടുള്ളത്. വളരെ ഭംഗിയുണ്ട്. റോഡിന്റെ ഇരുവശങ്ങളിലുള്ള ഈ തണലുകളിലൂടെയാണ് ആളുകൾ നടക്കുന്നത്. റോഡിന്റെ നടുവിലൂടെ കഴുതകൾ, ഒട്ടകങ്ങൾ, നായ്ക്കൾ, കുതിരകൾ എല്ലാം നടക്കുന്നു. വന്ദനം, ഞങ്ങൾക്ക് കുറെ റൊട്ടി വിൽക്കുമോ? തോമസ് ചോദിക്കുന്നു. വൃദ്ധൻ കേട്ടില്ല, അഥവാ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. വെള്ളം വലിക്കുന്ന ശബ്ദമുള്ളതുകൊണ്ട് ഒന്നും വ്യക്തമായതുമില്ല. പത്രോസിന് ക്ഷമ കെട്ടു. ദേഷ്യപ്പെട്ട് പറയുന്നു, നിന്റെ സാംസനെ ഒന്ന് നിർത്തടാ. ഒന്നുമില്ലെങ്കിലും അത് അല്പം ശ്വാസം എടുത്തുകൊള്ളട്ടെ. എന്റെ മുമ്പിൽ കിടന്ന് ചാകാതിരിക്കട്ടെ. ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കൂ. ആ മനുഷ്യൻ കഴുതയെ നിർത്തി. ആ പറഞ്ഞത് ആരാണ് എന്നറിയാൻ ഒരു വശത്തേക്ക് നോക്കുന്നു. പത്രോസ് ചോദിക്കുകയാണ്, കഴുതയ്ക്ക് സാംസന്റെ പേര് കൊടുക്കുന്നത് ശരിയല്ലേ? നീ ഒരു ഫിലിസ്തീനാണെങ്കിൽ നിനക്കിത് ഇഷ്ടപ്പെടും. കാരണം അത് സാംസനോടുള്ള ഒരു നിന്ദയാണ്. നീ ഇസ്രായേൽക്കാരനാണെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെടും. കാരണം ഫിലിസ്തീയരുടെ തോൽവിയെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ പിന്നെ വൃദ്ധനെ അങ്ങനെ വശത്താക്കി. ഞാൻ ഒരു ഫിലിസ്തീനാണ്. അതേക്കുറിച്ച് ഞാൻ അഭിമാനിക്കുകയും ചെയ്യുന്നു. നീ പറഞ്ഞത് ശരിയാണ്. എനിക്കും നിന്നെക്കുറിച്ച് അഭിമാനം തോന്നും. എനിക്ക് കുറെ റൊട്ടി തരുമെങ്കിൽ. എന്നാൽ നീ ഒരു യൂദയാക്കാരനല്ലേ? ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്. അതേത് സ്ഥലമാ? അത് സ്ഥലമല്ല, ഒരാളാ. ഞാൻ ആ ആളിൻ്റെതാണ്. നീ അവന്റെ അടിമയാണ്. മറ്റേത് മനുഷ്യനേക്കാളും ഞാൻ സ്വതന്ത്രനാണ്. കാരണം ആ വ്യക്തിയുടെ ആൾക്കാർ ദൈവത്തെ അല്ലാതെ മറ്റൊരുത്തരെയും ആശ്രയിക്കുന്നില്ല. നേരാണോ പറയുന്നത്? സീസറിനെ പോലും ആശ്രയിക്കുന്നില്ലേ? സീസർ ആരാ? ഞാൻ അനുഗമിക്കുന്ന ആളിനോട് താരതമ്യം ചെയ്താൽ സീസർ ആരാ?
ഞാൻ അനുഗമിക്കുന്ന ആളിന്റെ പേരിൽ ഞാൻ ചോദിക്കുന്നു, ഞങ്ങൾക്ക് കുറച്ചു റൊട്ടി തരുമോ? എന്നാൽ ശക്തനായ ആ മനുഷ്യൻ എവിടെയാ? അതാ അവിടെ നിൽക്കുന്ന ആ മനുഷ്യൻ, ഇങ്ങോട്ട് നോക്കി പുഞ്ചിരി തൂകുന്നയാൾ. അവനാണ് ക്രിസ്തു, മിശിഹ. അവനെക്കുറിച്ച് നീ ഒരിക്കലും കേട്ടിട്ടില്ലേ? ഉണ്ട്, ഇസ്രായേലിന്റെ രാജാവ്. അവൻ റോമാക്കാരെ തോൽപ്പിക്കുമോ? റോമായോ? ലോകം മുഴുവനെയും, നരകത്തെ പോലും. നിങ്ങൾ അവന്റെ സൈന്യാധിപന്മാരാണോ? ഇങ്ങനെ എന്താ വേഷം? ഒരുപക്ഷെ ദുഷ്ടരായ യൂതന്മാരുടെ പീഡനത്തിൽ നിന്നും രക്ഷപ്പെടാനായിരിക്കും. കൊള്ളാം, അങ്ങനെയാ? അങ്ങനെയല്ല താനും. എന്നാൽ എനിക്ക് കുറെ റൊട്ടി തരൂ. അത് തിന്നുന്നതിനിടയ്ക്ക് ഞാൻ സംഗതികളെല്ലാം വിസ്തരിച്ച് പറയാം. റൊട്ടിയോ? ഞാൻ വെള്ളവും വീഞ്ഞും ഇരിക്കാൻ സൗകര്യവും എല്ലാം തരാം. തണലിലിരുന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും, നിങ്ങളുടെ മിശിഹായ്ക്കും. അവനെ വിളിക്കൂ. പത്രോസ് ഓടി ഈശോയുടെ അടുത്തെത്തുന്നു. വരൂ വരൂ, നമുക്ക് ആവശ്യമുള്ളവ അയാൾ തരും. ആ വൃദ്ധനായ ഫിലിസ്ത്യൻ. എന്നാൽ എനിക്ക് തോന്നുന്നത് ചോദ്യങ്ങൾ കൊണ്ട് അയാൾ നിന്നെ ബുദ്ധിമുട്ടിക്കുമെന്നാണ്. നീ ആരാണെന്ന് ഞാൻ അയാളോട് പറഞ്ഞു. ഞാൻ ഒരുമാതിരിയെല്ലാം പറഞ്ഞു. അയാൾക്ക് നല്ല മനോഭാവമാണുള്ളത്. എല്ലാവരും അയാളുടെ പച്ചക്കറിത്തോട്ടത്തിലേക്ക് പോകുന്നു. തിങ്ങി വളർന്നു നിൽക്കുന്ന ഒരു മുന്തിരി പന്തലിനടിയിൽ ഒരു പരുക്കൻ മേശ, ചുറ്റും ബെഞ്ചുകളും. അനനിയ, നിനക്ക് സമാധാനം. നിന്റെ സ്നേഹനിമിത്തം നിന്റെ വയലുകൾ അനുഗ്രഹീതമാകട്ടെ. അവ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കട്ടെ. നിനക്ക് നന്ദി. നിനക്കും സമാധാനം. ഇരിക്കൂ. ആനിബേ, നൂബി, അപ്പവും വെള്ളവും വീഞ്ഞും വേഗം കൊണ്ടുവരൂ. ആഫ്രിക്കക്കാരായ 2 സ്ത്രീകളോട് വൃദ്ധൻ ആജ്ഞാപിക്കുന്നു. ഒരുത്തിക്ക് നല്ല കറുപ്പ് നിറം, തടിച്ച ചുണ്ടുകൾ, വല്ലാതെ ചുരുണ്ടുകൂടിയിരിക്കുന്ന മുടി. മറ്റവളും കറുത്തതാണ്, എങ്കിലും ആകൃതിയും മറ്റും യൂറോപ്പിലുള്ള ആളുകളുടേതാണ്. വൃദ്ധൻ വിശദീകരിക്കുന്നു. ഇവർ 2 പേരും എന്റെ ഭാര്യയുടെ ദാസിമാരായ അടിമകളുടെ പുത്രിമാരാണ്. അവൾ മരിച്ചുപോയി. അവളോടൊപ്പം വന്ന അടിമകളും മരിച്ചു. എന്നാൽ പെൺമക്കൾ ഇവിടെയാണ്. അവർ നൈൽ നദിയുടെ സമീപമുള്ളവരാണ്. എന്റെ ഭാര്യ അവിടുന്ന് വന്നവളാണ്. ഇത് വിലക്കപ്പെട്ടതാണല്ലോ. പക്ഷേ ഞാൻ അതൊന്നും വകവയ്ക്കുന്നില്ല. ഞാൻ ഇസ്രായേൽക്കാരനല്ലല്ലോ. താഴ്ന്ന വർഗത്തിലെ സ്ത്രീകൾക്ക് കുറെ ശാന്തതയുണ്ട്. നീ ഇസ്രായേൽക്കാരനല്ലേ? നിർബന്ധത്താൽ മാത്രം. കാരണം ഒരു നുകം കൊണ്ടെന്ന പോലെ ഇസ്രായേൽക്കാർ ഞങ്ങളെ മർദ്ദനമേൽപ്പിക്കുന്നു. എന്നാൽ ഒരു ഇസ്രായേൽക്കാരനായ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിന്നെ പരിഹസിക്കുകയാണോ എന്ന് തോന്നിയേക്കാം. ഇല്ല, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നീ ദേവസ്വരം ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. അത് ഞങ്ങളോട് സംസാരിക്കുന്നില്ല. നീ പറയുന്നതാണങ്ങനെ. ഞാൻ നിന്നോട് സംസാരിക്കുകയാണ്. ഈ സ്വരം അവന്റെ സ്വരം തന്നെ. പക്ഷെ നീ ഇസ്രായേലിന്റെ രാജാവല്ലേ? അപ്പവും വെള്ളവും വീഞ്ഞുമായി വരുന്ന സ്ത്രീകൾ രാജാവ് എന്ന വാക്കുകൾ കേട്ടപ്പോൾ അവിടെ സ്തംഭിച്ചു നിന്നുപോയി. പുഞ്ചിരി തൂകിക്കൊണ്ട് നിൽക്കുന്ന മാഹാത്മ്യമുള്ള യുവാവിന് അവരുടെ യജമാനൻ രാജാവ് എന്ന് വിളിക്കുന്നത് കേട്ട് അവർ ഈശോയെ തന്നെ നോക്കി നിന്നുപോയി. ബഹുമാനത്തിന്റെ കൂടുതൽ കൊണ്ട് വളരെ താണ് അവർ വേഗം പിന്തിരിയാൻ ശ്രമിക്കുന്നു. സ്ത്രീകളെ, നിങ്ങൾക്ക് നന്ദി. നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ. അനന്തരം വൃദ്ധനോട് പറയുന്നു, അവർ ചെറുപ്പക്കാരാണല്ലോ. നിന്റെ ജോലി നിനക്ക് തുടരാം. വേണ്ട, മണ്ണിന് നനവുണ്ട്. കുറെ കൂടി കഴിഞ്ഞാലും കുഴപ്പമില്ല. ഞങ്ങളോട് കുറച്ച് സംസാരിക്കണമേ. ആനീബെ, കഴുതയെ അഴിച്ചു കൊണ്ടുപോകൂ. നൂബി ബക്കറ്റിലെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞ്. നീ, കർത്താവേ, അങ്ങ് ഇവിടെ താമസിക്കുന്നുണ്ടോ? ഇനി കൂടുതലായി ഒട്ടും ബുദ്ധിമുട്ടേണ്ട. ഞങ്ങൾക്ക് അല്പം ഭക്ഷണം കഴിക്കണമെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് ആഷ്കലോണിലേക്ക് പോകും. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ പട്ടണത്തിലേക്ക് പോകുക. വൈകിട്ട് ഇങ്ങ് വരണം. ഞങ്ങളുടെ അത്താഴം നമുക്ക് പങ്കുവയ്ക്കാം. നിങ്ങൾ രണ്ടും വേഗം ചെന്ന് അപ്പം ഉണ്ടാക്കൂ. ജത്തേയോയെ വിളിച്ച് ഉടനെ തന്നെ ഒരാട്ടിൻകുട്ടിയെ കൊന്ന് വൈകിട്ടത്തെ ഭക്ഷണത്തിന് ഒരുക്കാൻ പറയൂ. പൊയ്ക്കോ. ഒന്നും പറയാതെ സ്ത്രീകൾ 2 പേരും പോകുന്നു. അപ്പോൾ നീ ഒരു രാജാവാണ്. എന്നാൽ നിന്റെ സൈന്യം ഏതു തരത്തിൽ നോക്കിയാലും ഹെരോദസ് ഒരു ക്രൂരനാണ്.
അയാൾ ആഷ്കലോൺ വീണ്ടും പണിതുയർത്തി. എന്നാൽ അത് സ്വന്തം പ്രതാപത്തിനു വേണ്ടിയായിരുന്നു. എന്നിട്ടിപ്പോഴോ? ഇസ്രായേലിന്റെ ഹീനകൃത്യങ്ങൾ എന്നേക്കാൾ കൂടുതലായി നിനക്കാണ് അറിയാവുന്നത്. നീ എന്തു ചെയ്യും? ദൈവത്തിൽ നിന്നും വരുന്ന ആയുധം എനിക്കുണ്ട്. ദാവീദിന്റെ വാളാണോ? എന്റെ വാക്കാകുന്ന വാൾ. ഓ, നിനക്ക് പ്രത്യാശയുണ്ടല്ലോ. വെങ്കലം പോലെ കട്ടിയായ ആ ഹൃദയങ്ങൾ അതിന്റെ വായ്ത്തല കളയുകയേയുള്ളൂ. നീ അങ്ങനെയാണോ വിചാരിക്കുന്നത്? ഈ ലോകത്തിന്റെ ഒരു രാജ്യമല്ല എന്റെ ലക്ഷ്യം. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഒരു സ്വർഗരാജ്യം നേടിയെടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളെല്ലാവരുമോ? ഫിലിസ്തീനായ ഞാനുമുണ്ടോ? എന്റെ അടിമകളും? എല്ലാവർക്കും വേണ്ടിയാണ്. നിനക്കും അവർക്കും വേണ്ടിയും. ആഫ്രിക്കൻ വനാന്തരങ്ങളിലുള്ള ഏറ്റവും അപരിഷ്കൃതനായ മനുഷ്യൻ വരെ എല്ലാ മനുഷ്യർക്കും വേണ്ടി. ഇത്ര വിസ്തൃതമായ ഒരു രാജ്യമാണോ നീ ലക്ഷ്യം വയ്ക്കുന്നത്? അതിനെ സ്വർഗരാജ്യം എന്ന് പറയുന്നത് എന്തിനാണ്? ഭൂമിയിലെ രാജ്യം എന്ന് നിനക്ക് വിളിക്കാമല്ലോ. ഇല്ല, പാടില്ല. എന്നെ നീ തെറ്റായി ധരിക്കരുത്. എന്റെ രാജ്യം സത്യദൈവത്തിന്റെ രാജ്യമാണ്. അതിനാൽ അത് സ്വർഗരാജ്യമാണ്. ഓരോ മനുഷ്യനും ശരീരം ധരിച്ചിരിക്കുന്ന ഓരോ ആത്മാവാണ്. ആത്മാവിന് സ്വർഗത്തിൽ ജീവിക്കാനേ കഴിയൂ. നിങ്ങളുടെ ആത്മാക്കളെ സുഖപ്പെടുത്തി അവയിലുള്ള വിദ്വേഷവും തെറ്റുകുറ്റങ്ങളും നീക്കി നന്മയും സ്നേഹവും നിറച്ച് ദൈവത്തിലേക്ക് അവയെ ആനയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ജെറുസലേമിലേക്ക് പോകാറില്ല. എന്നാലും എനിക്കറിയാം, ഇതുപോലെ സംസാരിക്കുന്നവരാരും അനേകം യുഗങ്ങളായി ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ നീ ഞങ്ങളെ വെറുക്കുന്നില്ല. ഞാൻ ഒരുത്തരെയും വെറുക്കുന്നില്ല. വൃദ്ധൻ ചിന്താമഗ്നനാകുന്നു. പിന്നീട് ചോദിക്കുന്നു, ഇസ്രായേൽക്കാരായ നിങ്ങൾക്കുള്ളതുപോലെ അടിമകളായ ഇവർക്ക് 2 പേർക്കും ആത്മാവുണ്ടോ? തീർച്ചയായും അവർക്കുമുണ്ട്. കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന മൃഗങ്ങളൊന്നുമല്ല അവർ. നിർഭാഗ്യരായ 2 സൃഷ്ടികൾ. അവർക്ക് സ്നേഹം ലഭിക്കണം. നീ അവരെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ അവരെ ഉപദ്രവിക്കുന്നില്ല. അവരിൽ നിന്ന് അനുസരണ ഞാൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഒരിക്കലും അടിക്കാറില്ല. അവർക്ക് നല്ലപോലെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അവർ പറയുന്നത് ശരിക്ക് തീറ്റ കിട്ടാത്ത മൃഗം വേല ചെയ്യുകയില്ല എന്നാണ്. അതുപോലെ ആവശ്യത്തിന് ഭക്ഷണം നൽകാതെ വേലയ്ക്ക് നിർത്തുന്നതും നഷ്ടക്കച്ചവടമാണ്. ഇവർ ഈ വീട്ടിൽ ജനിച്ചു. ശിശുക്കളായിരുന്നപ്പോൾ മുതൽ ഞാൻ അവരെ കാണുന്നതാണ്. എനിക്ക് പ്രായാധിക്യമായി. ഇനി അവരെ അവശേഷിക്കുകയുള്ളൂ. എനിക്ക് 80 വയസ്സായി കേട്ടോ. എന്റെ കുടുംബത്തിൽ അവശേഷിക്കുന്നത് അവരും ജത്തയോയും മാത്രമാണ്. എന്റെ വസ്തുവകകളോടുള്ളതുപോലെ തന്നെ അവരോടും എനിക്കിഷ്ടമാണ്. എന്റെ കണ്ണ് തിരുമ്മി അടയ്ക്കാനുള്ളവർ അവരാണ്. അത് കഴിയുമ്പോൾ ആർക്കറിയാം? എനിക്കറിഞ്ഞുകൂടാ. അവർ വേലക്കാരികളായി വല്ലയിടത്തും പോയി ജോലി ചെയ്യും. വീടാകെ നശിക്കും. എനിക്ക് വിഷമമുണ്ട്. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത് നിലങ്ങളെല്ലാം മണൽ കയറി മൂടും. ഫലശൂന്യമായി പോകും. ഈ മുന്തിരിത്തോട്ടം ഞാനും എന്റെ ഭാര്യയും കൂടെ വച്ചുപിടിപ്പിച്ചതാണ്. ആ റോസ് തോട്ടം, അതെല്ലാം ഈജിപ്തിൽ നിന്നും കൊണ്ടുവന്നതാ. എന്റെ ഭാര്യയുടെ സൗരഭ്യം ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്നു. അതെന്റെ മകനാണെന്ന് തോന്നിക്കുകയാണ്. അതിനടിയിൽ മറവ് ചെയ്തിരിക്കുന്ന എന്റെ ഏകപുത്രൻ, അവനിപ്പോൾ പൂഴിയായി കഴിഞ്ഞു. ദുഃഖങ്ങൾ തന്നെ. ചെറുപ്രായത്തിൽ മരിക്കുന്നതാണ് നല്ലത്. ഇതെല്ലാം കാണേണ്ടല്ലോ. അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന മരണത്തിന്റെ ഭയവും വേണ്ടല്ലോ. നിന്റെ മകൻ മരിച്ചിട്ടില്ല. ഭാര്യയും മരിച്ചിട്ടില്ല. അവരുടെ ആത്മാക്കൾ ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ മാംസം മരിച്ചു. മരണം നിന്നെ ഭയപ്പെടുത്തേണ്ടതില്ല. കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നവർക്കും നേരായി ജീവിക്കുന്നവർക്കും മരണം ജീവിതം തന്നെയാണ്. ഇതേക്കുറിച്ച് ചിന്തിക്കൂ. ഞാൻ പട്ടണത്തിലേക്ക് പോകുകയാണ്. സന്ധ്യയ്ക്ക് ഞാൻ തിരിച്ചു വരും. ആ പൂമുഖത്തിൻ കീഴിൽ ശിഷ്യരും ഞാനും രാത്രി ഉറങ്ങാൻ അനുവദിക്കണമെന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. ഇല്ല എന്റെ കർത്താവേ, എനിക്ക് ആളില്ലാതെ കിടക്കുന്ന പല മുറികളുണ്ട്. അവ നിനക്ക് ഞാൻ തരുന്നു. യൂദാസ് ഏതാനും നാണയങ്ങൾ മേശപ്പുറത്ത് വയ്ക്കുന്നു. വേണ്ട, അവയൊന്നും എനിക്ക് വേണ്ട.
നിങ്ങളെ വെറുക്കുന്ന ഈ നാട്ടിലെ നാണയങ്ങളാണ് അവ. ഒരുപക്ഷെ ഞങ്ങളെ ഭരിക്കുന്ന ആളുകളേക്കാൾ അവ നല്ലതായിരിക്കും. ദൈവം നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്റെ കർത്താവേ. അനനീയ, നിനക്ക് സമാധാനം. അടിമ സ്ത്രീകൾ രണ്ടും അല്പം തടിയും പ്രായക്കൂടുതലുമുള്ള കൃഷിപ്പണിക്കാരൻ ജെത്തയോയും ഈശോ പോകുന്നത് കാണാൻ വന്ന് നിൽപ്പുണ്ട്. നിങ്ങൾക്ക് സമാധാനം. നല്ലവരായിരിക്കൂ. ദൈവം നിങ്ങളോട് കൂടെ. നൂബിയുടെ ചുരുളൻ മുടിയിലും ആനിബയുടെ നീളൻ മുടിയിലും മെല്ലെ ഒന്ന് തൊടുകയും ജെത്തയോയെ നോക്കി പുഞ്ചിരിക്കുകയും ചെയ്തുകൊണ്ട് ഈശോ പുറപ്പെടുന്നു.